കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. കൊച്ചി പോലുള്ള ഒരു മഹാനഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന മനുഷ്യക്കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. ആരാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദി എന്ന് അന്വേഷിച്ച് കളയുവാൻ നമുക്ക് സമയമില്ല. എന്നാൽ അത്തരത്തിലുള്ള ആളുകളെ അവർ മനുഷ്യരാണ് എന്ന തിരിച്ചറിവിൽ മനുഷ്യനടുത്ത മഹത്വം നൽകി സംരക്ഷിക്കുന്ന ഒരിടമുണ്ട്. അത് കൾച്ചറൽ അക്കാഡമി ഫോർ പീസ് എന്ന സ്ഥാപനമാണ്. ആചാര്യ കെ കെ ചാണ്ടിയുടെ മകൾ ബീന സെബാസ്റ്റ്യനാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഈ പ്രസ്ഥാനം നടത്തുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ സഹകരണത്തോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റേഷനിലുമൊക്കെ ഓരോ ദിവസവും വന്നുപെടുന്ന പെൺകുഞ്ഞുങ്ങൾ, വിധവകൾ, ദുരുപയോഗിക്കപ്പെടുന്ന സ്ത്രീത്വം, പെൺകുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിൽ വേദനിക്കുന്ന സ്ത്രീകൾക്കും കാവലാകുന്ന ഒട്ടേറെ ആൾക്കാരെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് സഖി, നിർഭയ, ശാന്തിഭവൻ എന്നിങ്ങനെ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ മനുഷ്യ സേവനമാണ് അവർ ചെയ്യുക. 2 ദിവസത്തെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി. അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും ഏതെങ്കിലും രീതിയിൽ പീഡിതരായവർ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, മറ്റാരുടെയെങ്കിലുമൊക്കെ ക്രൂരമായ വിനോദങ്ങൾക്ക് ഇരയായി മാറിയവർ. അങ്ങനെയുള്ളവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ബീന സെബാസ്റ്റ്യൻ്റെ നേതൃത്വത്തിലുള്ളത്. അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ പലരുടെയും സജലങ്ങളാകുന്നത് ഞാൻ കണ്ടു. അവർക്ക് കാഴ്ചയുണ്ടെന്നും കേൾവിയുണ്ടെന്നും അവർക്ക് കൈകാലുകൾ ശക്തമാണെന്നും അവർക്ക് മറ്റു മാറാരോഗങ്ങളൊന്നുമില്ല എന്നും അവരോട് പറഞ്ഞപ്പോൾ, എന്തുകൊണ്ട് വീണ്ടും ദുഃഖിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ദുഃഖത്തിന് അവർക്ക് ഒട്ടേറെ കാരണങ്ങൾ വീണ്ടുമുണ്ട്. എത്ര നന്മകൾ ദൈവം നമുക്ക് നൽകിയാലും അതൊന്നും ഓർക്കാതെ വീണ്ടും നഷ്ടപ്പെട്ടു പോയ വസന്തകാലത്തെക്കുറിച്ച്, ഇനിയും വരാൻ പോകുന്ന ഭാവി കാലത്തിലെ ആകുലതകളെക്കുറിച്ച് ഒക്കെ ഓർത്ത് ഈ ദിവസത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് നമ്മിൽ പലരും. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, സ്ത്രീകളുടെ മനസ്സിൽ വിഹുലമായ ചില ഓർമ്മകളുണ്ട്. ഒരിക്കൽ സംഭവിച്ച അത്തരത്തിലുള്ള ഓർമ്മകളിൽ ജീവിതം മുഴുവൻ അവസാനിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയാണ് പലരുടെയും ദുഃഖത്തിന് കാരണം. ഒരു തെറ്റ് നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്നോർക്കുക. അറിയുക, ഒരു തെറ്റ് നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല. നീ ചെയ്തു പോയ ഒരു തെറ്റ്, അല്ലെങ്കിൽ നീ ഇരയായി മാറിയ ഒരു ദുരന്ത ജീവിതത്തിൻ്റെ ഓർമ്മകൾ, അതിനും അപ്പുറത്താണ് ദൈവം ഈ നിമിഷവും നിന്നോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യം എന്നറിയുക. നിന്നെ സംരക്ഷിക്കുവാൻ ആളുകളുണ്ട്, നിൻ്റെ ചുറ്റിലും ആളുകളുണ്ട്, നിന്നോടൊപ്പം പാടാനും ആടാനും ആളുകളുണ്ട്, നിനക്ക് ആത്മവിശ്വാസം പകർന്നു തരുന്ന ധാരാളം ആളുകൾ നിന്നോടൊപ്പമുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണയല്ലേ, ദൈവത്തിൻ്റെ കൃപയല്ലേ? ദൈവകൃപയുടെ വഴികൾ തിരിച്ചറിയുമ്പോൾ തമ്പുരാന് നമ്മൾ നന്ദി പറയും. ഒരുപക്ഷെ കാവ്യാമൃതത്തിലെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ, പുതിയതും പഴയതുമായ ഗാനങ്ങൾ, അത് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്ന ഗാനങ്ങളാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവികമായ സാന്നിധ്യത്തെക്കുറിച്ചും
നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുക? മനുഷ്യരുടെ സ്നേഹത്തിൽ നിന്നുമല്ലാതെ. ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നത് ഏതൊരാളുടെയും ആഗ്രഹമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് എത്രയോ സുന്ദരമായ ഗാനങ്ങൾ നമുക്കുണ്ട്, ധാരാളമുണ്ട്. എങ്കിലും മലയാളത്തിൽ ഏതൊരു കുഞ്ഞും ഉറക്കത്തിൽ പോലും പാടുന്ന അതിമനോഹരമായൊരു ഗാനം ക്രൈസ്തവ ഗാനശാഖയ്ക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. അതിരുകളില്ലാത്ത സ്നേഹം എന്ന് തുടങ്ങുന്ന ഈ ഗാനം, അത് പാടാത്ത, പാടി പ്രാർത്ഥിക്കാത്ത, ധ്യാനിക്കാത്ത ക്രൈസ്തവരാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ സമൃദ്ധമായി പെയ്തിറങ്ങിയ അനുഗ്രഹ പൂമഴ പോലെ സുന്ദരമായ ഒരു ഗാനമാണിത്. അതിരുകളില്ലാത്ത സ്നേഹം, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് ധ്യാനപൂർവം തിരിച്ചറിയുകയാണ് കവി. ഈ ഗാനരചയിതാവിൻ്റെ മനസ്സ് ദൈവസ്നേഹത്തിൻ്റെ ഏതേത് അംശങ്ങളെ ഒപ്പിയെടുത്ത് നമുക്ക് തരാതിരിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഗാനം കേൾക്കുമ്പോൾ അമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല എന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ദൈവം അരുളി ചെയ്ത മനോഹരമായ വാക്കുകൾ അതിമനോഹരമായ ഈണത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തെ മറന്ന് നീ എത്രമാത്രം പോയാലും ഒരിക്കൽ തിരിച്ചുവരവിൻ്റെ സുഖം അനുഭവിക്കുവാൻ ദൈവം നിനക്കൊരവസരം നൽകുന്നുണ്ട് എന്നും ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം നമ്മൾ ദൈവത്തെ മറന്നു പോയാലും അത്രമാത്രം ക്ഷമയോടുകൂടി ദൈവം എനിക്കായി, നിനക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ തിരിച്ചറിവ്. ഈ ഗാനത്തിൻ്റെ ആലാപനം അതിസുന്ദരമായി നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത യുവഗായിക അന്ന ബേബിയാണ്. അതിമനോഹരമായി ആലപിക്കപ്പെട്ട ഈ ഗാനത്തിൻ്റെ ഓരോ വരികളിലൂടെയും നമ്മൾ സഞ്ചാരം നടത്തുമ്പോൾ അത് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള തികഞ്ഞ ഒരു ധ്യാനമായി മാറുകയാണ്. മനോഹരമായ ഈ ഗാനം നമുക്ക് കേൾക്കാം പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി.
കാവ്യാമൃതം. ഫാദർ ആബേൽ CMI എന്ന പേര് കേൾക്കാത്തവരില്ല. ക്രൈസ്തവ ഭക്തിഗാന ശാഖയ്ക്ക് CMI സഭാംഗമായ ആബേലച്ചൻ നൽകിയ സംഭാവന എന്തെന്ന് ആരോടും ചോദിക്കേണ്ടതുമില്ല. കലാഭവൻ്റെ സ്ഥാപകനായ ആബേലച്ചൻ കലാഭവനിലൂടെ നൂറുകണക്കിന് കലാകാരന്മാരെ വളർത്തി വലുതാക്കി മലയാള സംസ്കാരത്തിന് വിവിധ കലാശാഖകൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ക്രൈസ്തവ ഭക്തിഗാന ശാഖയ്ക്ക് ആബേലച്ചൻ നൽകിയ സംഭാവനകളും എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ആബേലച്ചനും KK ആൻ്റണി മാഷും ചേർന്നൊരുക്കിയ ഒട്ടനവധി ഗാനങ്ങൾ ഇന്നും നമ്മൾ വിശുദ്ധ ബലിമധ്യേ പാടാറുണ്ട്. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു എന്ന ഗാനം ആലപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ആലപിക്കുവാൻ പറ്റിയ രീതിയിൽ ഇത്ര സുന്ദരമായി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം വേറെയുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈശോയുടെ ഹൃദയത്തിലേക്കുള്ള ആ വരവ്, അത് ഇത്രമാത്രം സുന്ദരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വരികളുണ്ടോ? ആബേലച്ചൻ്റെ വരികളാണത്. KK ആൻ്റണി മാഷിൻ്റെ ഈണം, ദാസേട്ടനും K വസന്തയും ചേർന്ന് ആലപിച്ച ഈ ഗാനം കേൾക്കാത്തവരും പാടാത്തവരുമായി നമ്മൾ ആരുമില്ല. ഇന്ന് ഗാഗുൽ ജോസഫിൻ്റെയും സെലിൻ്റെയും സ്വരത്തിലൂടെ നമ്മൾ ഈ ഗാനം കേൾക്കുമ്പോഴും തീർച്ചയായും ആത്മീയമായ ഒരു ഉണർവ് ഈ ഗാനം നമുക്ക് സമ്മാനിക്കുകയാണ്. ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഏതൊരു കുഞ്ഞിൻ്റെയും ഹൃദയത്തിൽ ഈ ഗാനമുണ്ടാവണം. ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് എന്നെന്നും എടുത്തു പറയുവാൻ പറ്റുന്ന അതിമനോഹരമായ ഈ ഗാനം ഭക്തിയോടുകൂടി തന്നെ നമുക്ക് കേൾക്കാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു.
മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരേ മഹിത ഗീതികൾ പൊഴിച്ചിടുവിൻ വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു വിശുദ്ധ കുർബാനയാണ് ഒരു ദിവസത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമെന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം വിശുദ്ധ കുർബാനയാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ തുടർച്ച വാക്കുകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും അത് വലിയ കരുത്ത് തന്നെയാണ്. വ്യക്തിപരമായി എനിക്ക് വിശുദ്ധ കുർബാന എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്താണ്. വിശുദ്ധ കുർബാന അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്ന ഏതു കാര്യവും തമ്പുരാൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അത് ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ എല്ലാ കാര്യവും അങ്ങനെ ആകണം എന്നില്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ കൂടിയാണ്. അത് തമ്പുരാനും കൂടി തോന്നണം, അത് തമ്പുരാന് ആവശ്യമുള്ളതാണ്, നമുക്ക് തന്നാൽ കുഴപ്പമില്ല എന്ന്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ തമ്പുരാൻ നടത്തി തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയും ജപമാലയുമാണ് ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം സന്യാസ ജീവിതത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആലപിക്കുന്ന ഗാനങ്ങൾ ആ ദിവസത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയേക്കാം. അങ്ങനെ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ, അതിൻ്റെ ഈണങ്ങൾ, വരികൾ ഒരു ദിവസത്തിൻ്റെ പല അവസരങ്ങളിലും നമുക്ക് വലിയ പ്രാർത്ഥനയും ശക്തിയുമാകും. രാവിലെ വിശുദ്ധ ബലിയിൽ കേൾക്കുന്ന ഗാനങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മൾ പാടുന്നതും നല്ലതാണ്. അത്തരത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് ഗാനങ്ങളും ഇടയ്ക്കൊക്കെ ആലപിക്കുന്നതും മൂളിക നടക്കുന്നതും നമുക്ക് ഒത്തിരി മനസ്സിന് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. കാവ്യാമൃതത്തിൻ്റെ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുചേരുക. ആ വിശുദ്ധ ബലിയിൽ നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഗാനം ആ ദിവസത്തിൻ്റെ വലിയ ശക്തിയായി നമുക്കുണ്ടാവും. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കാവ്യാമൃതം ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും വളരെ വളരെ സ്നേഹത്തോടെ നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ